ആഗ്രയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ട്രെയിനിലാണ്. ഏകദേശം മധ്യപ്രദേശ് എത്തിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആഗ്രയിലോട്ട് എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെ പങ്കുവയ്ക്കാം. അങ്ങനെ ഞങ്ങളുടെ ആഗ്രയിലെത്തി. ഇന്ന് നൈറ്റാണ് എത്തിയത്. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ തന്നെ നമ്മുടെ ആഗ്രയൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം 6 മണിയായി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് റൂമിൽ നിന്നും ചെക്കൗട്ട് ആവുകയാണ്. അപ്പം ഇന്ന് ഞങ്ങൾ പോകുന്ന ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ആഗ്ര ഫോർട്ടാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ പങ്കുവയ്ക്കും. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ടായി. അപ്പോൾ നമുക്ക് ആഗ്ര ഫോർട്ടിലോട്ട് പോകാനായിട്ട് ഓട്ടോറിക്ഷയാണ് കിട്ടിയത്. രാവിലെ പോയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആഗ്ര ഫോർട്ടിലോട്ട് എത്തി. ആഗ്ര ഫോർട്ടിൽ നിന്നുള്ള ഫ്രണ്ട് വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു രാവിലെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കുറച്ചധികം ലഗേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ലഗേജ് ഒന്നും നമുക്ക് ഈ ഒരു ഫോർട്ടിനോട്ട് അകത്തോട്ട് കൊണ്ടുപോകാനുള്ള പെർമിഷനൊന്നുമില്ല. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ക്ലോക്ക് റൂം ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരുന്നു. ആ ലഗേജ് എല്ലാം ക്ലോക്ക് റൂമിൽ വച്ചതിന് ശേഷം ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന് ഒരാൾക്ക് 100 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പം നമ്മളതിന് മുമ്പ് പോകുന്നതിന് മുമ്പുള്ളൊരു ചെക്കിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനകത്തോട്ട് കയറിയതിന് ശേഷം ഒരു ടിക്കറ്റ് വെരിഫിക്കേഷനും കൂടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അതിനകത്തോട്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം അകത്തോട്ട് കയറി. അപ്പം ഇതാണ് നമ്മുടെ ആഗ്ര ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നും കയറിയതിന് ശേഷമുള്ള ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. പിന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ചെറിയൊരു തണുപ്പും അതുപോലെ തന്നെ എന്താ പറയുക, വെയിലൊക്കെ കുറവായിരുന്നു. അപ്പോൾ രാവിലെ പോകുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇങ്ങോട്ടൊക്കെ വരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഇങ്ങോട്ട് വരാനായിട്ട് നോക്കുക. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും വെസ്റ്റ് ബംഗാളിലെ ആൾക്കാരൊക്കെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചിങ്ങോട്ട് പോരുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിവിടുത്തെ പ്ലേസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴാണ് നമ്മളൊരാളെ കണ്ടു. നമ്മുടെ കുരങ്ങൻ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ആളെ കാണാതെ കുറച്ച് ക്ലിക്സൊക്കെ നമ്മളെടുത്തു. അപ്പം അകത്തോട്ട് എൻട്രി ചെയ്തു. അപ്പോൾ ഉള്ളിലോട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമ്മളിങ്ങനെ ജനലിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളൊരു അടിപൊളിയൊരു കാഴ്ചയാണ് കണ്ടത്. നമ്മുടെ താജ്മഹൽ മഞ്ഞിനിടയിൽ നിൽക്കുന്നത് നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഫോണിൽ കൂടെ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാൻ പറ്റുന്നില്ല. നമുക്ക് നേരിട്ട് കാണുമ്പോൾ അവിടെ കുറച്ചും കൂടി ഫീലെന്ന് പറയുന്നത്, ഇവിടുത്തെ ഒരു ഹിസ്റ്ററി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അക്ബറാണ് ആഗ്രയിൽ പണി കഴിപ്പിച്ച ഒരു കോട്ടയാണ് നമ്മൾ ഈ കാണുന്ന ആഗ്ര കോട്ട എന്ന് പറയുന്നത്. നമ്മുടെ താജ്മഹലിൻ്റെ ഏകദേശം വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ബാബർ മുതൽ മറ്റ് മുഗൾ ചക്രവർത്തിമാരെല്ലാവരും ഇവിടെ നിന്നാണ് സാമ്രാജ്യമൊക്കെ ഭരിച്ചിരുന്നത്. സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഖജനാവ് ഇവിടെ ആയിരുന്നെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങൾ പോകുന്നത് മാർബിളോട് നിർമ്മിച്ച വേറൊരു കോട്ടയിലോട്ടാണ്. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഇവിടെ കുറച്ചും കൂടി നമുക്ക് നല്ല തണുപ്പ് കിട്ടുന്ന സ്ഥലമാട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി ഇവിടെ അധികം സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളിവിടെ കുറച്ച് നേരം ഇരിക്കുകയും അങ്ങനെ ഇവിടുത്തെ ഹിസ്റ്ററീസൊക്കെ നമ്മളവിടെ ഇരിക്കുന്ന ഗൈഡിനോടൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മളിവിടെ കൂടുതലായിട്ട് കണ്ടുവന്നത് നമ്മുടെ നാട്ടിലെ പച്ചക്കിളിത്തത്തില്ലേ, അതൊക്കെ ഇവിടെ ഒരുപാട് കണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുരങ്ങന്മാർ, പിന്നെ അതുപോലെ തന്നെ അണ്ണനൊക്കെ നമ്മുടെ കയ്യിലൊക്കെ വന്നിരിക്കുമോ, നമ്മൾ കൈ കാണിച്ചു കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രയിലെ വിശേഷങ്ങൾ, ആഗ്ര കോട്ടയിലെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ മറ്റു ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.